തൊടുപുഴയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ലോകകപ്പ് ഫൈനലിനിടെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ സുബിൻ തോമസ് നൽകും. സുബിനെ, ഈ ഗുണ്ടായിസം ഉണ്ടല്ലോ, അതായത് CPMന് പൊതുവായിട്ടുള്ളവരുടെ രക്തത്തിലലിഞ്ഞ ഗുണ്ടായിസം, അതാണ് ഈ ലോകകപ്പ് ഫൈനൽ ദിവസവും അവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരിക്കുക. എന്തായാലും 200 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും അത്തരത്തിലാണ് 200 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ലോകകപ്പ് നടന്ന അവസാനിച്ച് ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ലോകകപ്പ് അവസാനിച്ച ശേഷം ഈ മങ്ങാട്ടുകവലയിലാണ് ഈ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI റോയിയും അതോടൊപ്പം തന്നെ ഡ്രൈവറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം CPM പ്രവർത്തകർ സംഘടിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി പോലീസ് ഇടപെടുകയായിരുന്നു. ഈ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം CPM അതുപോലെ തന്നെ DYFI SFI പ്രവർത്തകർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഏകദേശം 200ഓളം പേർ ചേർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയായിരുന്നു ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആരോപിച്ച്. തുടർന്ന് പോലീസിന്റെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ ഈ മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇത് വലിയ വിവാദത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ കാക്കനാടുള്ള ലാബിലേക്ക് ഈ രക്തപരിശോധന അയച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ റിസൾട്ട് വരും. ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇടുക്കി SP വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്യായമായി പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഇത്തരത്തിൽ തടഞ്ഞു വെക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ CPM ഏരിയ സെക്രട്ടറി ലിനു ജോസഫ് ഉൾപ്പെടെ 9 പ്രതികളെ, കണ്ടാലറിയുന്ന 9 പ്രതികളും മറ്റ് 200 പേർക്കെതിരെയും നിലവിൽ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി സുബിൻ, അതായത് 200 പേർക്കെതിരെയാണ്, കണ്ടാലറിയാവുന്ന CPMക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസുകാർ മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പോലീസുകാർക്കെതിരെ CPMന് ചില വിരോധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അവരെ തടയുന്നു, അവരുടെ വാഹനത്തിൽ നിന്നും മദ്യം കണ്ടെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മദ്യം കൊണ്ടുവച്ചതാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉണ്ട്. അതെ, എന്തായാലും അവരുടെ അന്വേഷണം നടക്കുകയാണ്. അപ്പോഴാണ് ഇക്കാര്യത്തിൽ 200 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.